നമസ്കാരം. തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ നഗരത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരന് പോലീസ് മർദ്ദനം. സംഭവവുമായി ബന്ധപ്പെട്ട് AR ക്യാമ്പിലെ 3 പോലീസുകാർക്കെതിരെ കേസെടുത്തു. പാണഞ്ചേരി പഞ്ചായത്ത് ഭരണം LDF തിരിച്ചുപിടിച്ചു. UDFിലെ 7 അംഗങ്ങളെ അയോഗ്യരാക്കിയതിനെ തുടർന്നായിരുന്നു തിരഞ്ഞെടുപ്പ്. മുനമ്പം അഴീക്കോട് കടവുകളിൽ ജങ്കാർ അടുപ്പിക്കുന്നതിന് 25 ലക്ഷം രൂപ ചെലവിൽ ബല്ലാട് പോളുകൾ സ്ഥാപിക്കാൻ ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ തീരുമാനം. ക്ഷയരോഗികൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതിക്ക് സർക്കാരിന്റെ അനുമതി തേടാൻ ധാരണ. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മലയാളത്തിന് തിളക്കം കുറഞ്ഞു. പണം വാരുന്ന മലയാള സിനിമകൾ സമൂഹത്തിന് മികച്ച സന്ദേശം നൽകുന്നതല്ലെന്ന് വിമർശനം. ലോകകപ്പ് ക്രിക്കറ്റിൽ ആദ്യ സെമിയിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച് ന്യൂസിലാൻഡ് ഫൈനലിൽ. രണ്ടാം സെമിയിൽ വ്യാഴാഴ്ച ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തൃശൂർ നഗരത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരന് പോലീസ് മർദ്ദനം. സംഭവവുമായി ബന്ധപ്പെട്ട് AR ക്യാമ്പിലെ 3 പോലീസുകാർക്കെതിരെ തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസം രാത്രി MG റോഡിലെ ആലുക്കാസ് ജ്വല്ലറിയുടെ സെക്യൂരിറ്റി ജീവനക്കാരൻ അഞ്ചേരി സ്വദേശി ഹനീഫയെയാണ് പോലീസുകാർ മർദ്ദിച്ചത്. തൃശൂർ സബ് ട്രഷറിയിലെ ഗാർഡുമാരായ AR ക്യാമ്പിലെ പോലീസുകാരാണ് മർദ്ദിച്ചത്. സംഭവ സമയത്ത് പോലീസുകാർ മഫ്തിയിലായിരുന്നുവെന്ന് സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞു. ജ്വല്ലറിക്ക് മുന്നിൽ നിൽക്കുകയായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരനെ മുഖത്തടിക്കുകയും വസ്ത്രം വലിച്ചു മുറുക്കുകയും ചെയ്തതായി മർദ്ദനത്തിനിരയായ സെക്യൂരിറ്റി ജീവനക്കാരൻ തൃശൂർ ഈസ്റ്റ് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. അയാൾ ഇടത്തെ കൈ ഇങ്ങനെ പൊത്തിയിട്ട് വലത്തെ കൈ കൊണ്ട് ഇങ്ങനെ അടിച്ചത്. അപ്പോൾ 2 മിനിറ്റ് നേരം ഞാൻ എൻ്റെ കണ്ണിങ്ങനെ മഞ്ഞളിച്ചു പോയി. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഞാൻ വടിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ മറ്റുള്ളവർ 2 പേര് കൂടെ വന്ന് എൻ്റെ ഷർട്ട് പിടിച്ച് വലിക്കുന്നു. അപ്പോൾ ഇവർ മറ്റുള്ള ആളുകളെന്ന് പറയുമ്പോൾ വർഗീസ്, ആ ഉണ്ണി എന്ന് പറയുന്ന ആൾ, അവർ 2 പേരും കൂടി വന്ന് ഇവരെ പിടിക്കുന്നു. സെക്യൂരിറ്റി എംപ്ലോയീസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പോലീസിൽ പരാതി നൽകിയത്. മറ്റു ചിലരെയും പോലീസുകാർ മർദ്ദിച്ചതായും ആരോപണമുണ്ട്. സ്ഥലത്തുണ്ടായിരുന്ന ചുമട്ട് തൊഴിലാളികളും മറ്റും ഇടപെട്ടാണ് പോലീസുകാരെ പിന്തിരിപ്പിച്ചത്. പാണഞ്ചേരി പഞ്ചായത്ത് ഭരണം LDF തിരിച്ചുപിടിച്ചു. CPM പ്രതിനിധിയായ CM ദാമോദരനെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. CPIയിലെ ഷൈബ കബീറാണ് വൈസ് പ്രസിഡന്റ്. UDFിലെ 7 അംഗങ്ങളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഭരണപ്രതിസന്ധി നിലവിൽ വന്നതോടെ നടത്തിയ തെരഞ്ഞെടുപ്പിലാണ് ഭരണമാറ്റം യാഥാർത്ഥ്യമായത്. നിലവിൽ LDFിന് 9 അംഗങ്ങളും UDFിന് 7 അംഗങ്ങളുമാണുള്ളത്. വരണാധികാരിയായ തഹസിൽദാർ R സംഗലാലിന്റെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് പുതിയ പഞ്ചായത്ത് ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. UDF പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന ബാബു തോമസിന്റെ വോട്ട് അസാധുവായി. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട CM ദാമോദരനും ഷൈബ കബീറും സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു. പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവും സ്വീകരണവും ഒരുക്കിയിരുന്നു. 1995 മുതൽ 2000 വരെയുള്ള കാലഘട്ടത്തിൽ ദാമോദരൻ പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പിതാവ് CP മാധവനും പാണഞ്ചേരിയിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ആകെ 23 അംഗങ്ങളുള്ള പാണഞ്ചേരി പഞ്ചായത്തിൽ UDFിന് 14ഉം LDFിന് 9 അംഗങ്ങളാണുള്ളത്. പ്രസിഡന്റായിരുന്ന PV പത്രോസിനെതിരെ UDF അംഗങ്ങളിൽ ഒരു വിഭാഗം ചേർന്ന് അവിശ്വാസം കൊണ്ടുവരികയും LDF പിന്തുണയോടെ പാസാക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് UDF അംഗങ്ങൾ വിപ്പ് ലംഘനം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി PV പത്രോസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫെബ്രുവരി 12-ന് 7 UDF അംഗങ്ങളെ അയോഗ്യരാക്കി പ്രഖ്യാപിച്ചതോടെയാണ് UDFിന് ഭൂരിപക്ഷം നഷ്ടമായതും ഭരണപ്രതിസന്ധി സംജാതമായതും. അയോഗ്യതാ പ്രശ്നം സംബന്ധിച്ച് ഹൈക്കോടതിയിൽ കേസ് നടന്നുവരുന്നുണ്ട്. TCV ന്യൂസ്, തൃശൂർ. മുനമ്പം അഴീക്കോട് കടവുകളിൽ ജങ്കാർ അടുപ്പിക്കുന്നതിന് ആവശ്യമായ ബല്ലാട് പോളുകൾ 25 ലക്ഷം രൂപ ചെലവിൽ സ്ഥാപിക്കാൻ ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ തീരുമാനിച്ചു. അഴീക്കോട് കടവിൽ 1 വർഷം മുൻപ് അശാസ്ത്രീയമായാണ് ബല്ലാട് പോൾ സ്ഥാപിച്ചതെന്ന് പ്രതിപക്ഷം. മുനമ്പം കടവിൽ ജങ്കാർ അടുപ്പിക്കാൻ സ്ഥാപിച്ചിരുന്ന ബല്ലാഡ് പോൾ തകർന്നതിനാൽ സുരക്ഷിതമായി ജങ്കാർ അടുപ്പിക്കാനാകാത്ത അവസ്ഥയാണ്. ഇതോടൊപ്പം അഴീക്കോട് കടവിലും ബല്ലാഡ് പോൾ സ്ഥാപിക്കാനാണ് പുതിയ നിർദ്ദേശം. അഴീക്കോടുള്ള ബല്ലാഡ് പോൾ സ്ഥാപിച്ചതിൽ അപാകതയുണ്ടെന്ന് നേരത്തെ ആക്ഷേപമുയർന്നതാണെന്ന് യോഗത്തിൽ പ്രതിപക്ഷാംഗമായ ജയ്മോൻ താക്കൽക്കാരൻ ചൂണ്ടിക്കാട്ടി. പുതിയ ബല്ലാഡ് പോൾ അഴീക്കോടിൽ സ്ഥാപിച്ചാൽ 1 വർഷം മുമ്പ് ലക്ഷങ്ങൾ ചിലവഴിച്ച് സ്ഥാപിച്ച ബല്ലാഡ് പോൾ ഉപയോഗശൂന്യമാകുമെന്നും ജയ്മോൻ ആരോപിച്ചു. എന്നാൽ ജില്ലാ പഞ്ചായത്തിനല്ല, നിർവഹണ ഏജൻസിക്കാണ് ഇത് സംബന്ധിച്ച ബാധ്യതയെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. ഉചിതമായ നടപടി സ്വീകരിക്കാൻ സെക്രട്ടറിയെ യോഗം ചുമതലപ്പെടുത്തി. സ്കൂൾ കോമ്പൗണ്ടിൽ മറിഞ്ഞു വീഴുന്ന മരങ്ങൾ ഉച്ചഭക്ഷണത്തിനാവശ്യമായ വിറകിനായി ഉപയോഗിക്കാനായി സർക്കാർ അനുമതിയുണ്ടെന്നും ഇത് പ്രാവർത്തികമാക്കാനും യോഗത്തിൽ തീരുമാനിച്ചു.
ക്ഷയരോഗികൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതിക്കായി സർക്കാർ അനുമതി തേടാൻ യോഗത്തിൽ ധാരണയായി. അംഗപരിമിതർക്കുള്ള മുച്ചക്രവാഹന വിതരണം കാര്യക്ഷമമായി നടപ്പാക്കുന്നതിൽ സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർ അഭിനന്ദനം അർഹിക്കുന്നതായി യോഗം വിലയിരുത്തി. മുച്ചക്ര വാഹന വിതരണത്തിൽ ഇനിയും കൊടുത്തു തീർക്കാനുള്ളത് അർഹതപ്പെട്ടവർക്ക് ലഭ്യമാക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. അടാട്ട് പഞ്ചായത്തിനെ കോർപ്പറേഷനിൽ ലയിപ്പിക്കാനുള്ള നീക്കം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ തവണ യോഗം ബഹിഷ്കരിച്ച ജില്ലാ പഞ്ചായത്ത് അംഗം അനിലക്കര യോഗത്തിൽ പങ്കെടുത്തില്ല. TCV ന്യൂസ്, തൃശൂർ. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. പ്രധാന പുരസ്കാരങ്ങളൊന്നും മലയാളത്തിനില്ല. 62ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ പ്രധാന പുരസ്കാരങ്ങളൊന്നും മലയാളത്തിനില്ല. മറാഠി ചിത്രമായ കോർട്ട് ആണ് മികച്ച സിനിമ. കന്നഡ നടൻ സഞ്ചാരി വിജയനെ മികച്ച നടനായി തിരഞ്ഞെടുത്തു. ക്വീൻ എന്ന സിനിമയിലെ അഭിനയത്തിന് കങ്കണ റാവത്ത് മികച്ച നടിക്കുള്ള പുരസ്കാരം നേടി. ബംഗാളി ചിത്രമായ ചതുഷ്കോണിന്റെ സംവിധായകൻ ശ്രീജിത്ത് മുഖർജിയാണ് മികച്ച സംവിധായകൻ. മികച്ച മലയാള ചിത്രമായി സിദ്ധാർത്ഥ ശിവ സംവിധാനം ചെയ്ത ഐൻ തിരഞ്ഞെടുത്തു. ഈ സിനിമയിലെ മാനു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച മുഹമ്മദ് മുസ്തഫയ്ക്ക് ജൂറിയുടെ പ്രത്യേക പരാമർശമുണ്ട്. ജയരാജ് സംവിധാനം ചെയ്ത ഒറ്റലാണ് മികച്ച പരിസ്ഥിതി ചിത്രം. മികച്ച തിരക്കഥയും ഈ സിനിമയുടേതാണ്. ജോഷി മംഗലത്താണ് തിരക്കഥാകൃത്ത്. പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരം ഗോപി സുന്ദറിനാണ്. ചിത്രം 1983. ഹൈദറിലെ ഗാനത്തിന് സുഖ്വീന്ദർ സിംഗിനെ മികച്ച ഗായകനായും ശൈവം സിനിമയിലെ ഗാനത്തിന് ഉത്തര ഉണ്ണികൃഷ്ണനെ മികച്ച ഗായികയായും തിരഞ്ഞെടുത്തു. വിശാൽ ഭരദ്വാജാണ് മികച്ച സംഗീത സംവിധായകൻ. നോൺ ഫീച്ചർ വിഭാഗത്തിൽ ജോഷി ജോസഫിന് പ്രത്യേക പുരസ്കാരമുണ്ട്. മികച്ച ജനകീയ ചിത്രമായി മേരി കോമിനെ തിരഞ്ഞെടുത്തു. ന്യൂസ് ഡെസ്ക്, TCV. തിയേറ്ററിൽ പണം വാരുന്ന മലയാള സിനിമകൾ അഭിനയ പ്രാധാന്യമുള്ളതോ സമൂഹത്തിന് മികച്ച സന്ദേശം നൽകുന്നതോ അല്ല എന്ന് ദേശീയ അവാർഡ് പ്രഖ്യാപനം വീണ്ടും തെളിയിക്കുകയാണ്. അവാർഡ് കിട്ടാത്തവർ ജൂറിയെ പഴിചാരി ഇത്തവണയും രംഗത്ത് വന്നേക്കും. എന്നാൽ മലയാള സിനിമ മുൻകാലങ്ങളെ അപേക്ഷിച്ച് എവിടെ എത്തി നിൽക്കുന്നുവെന്ന് വീണ്ടും തെളിയിക്കപ്പെടുകയാണ്. ജനം തിയേറ്ററിൽ കണ്ടിറങ്ങിയ മലയാള പടങ്ങളിലൊന്നും മികച്ച അഭിനയമോ സന്ദേശമോ ദേശീയ അവാർഡ് കമ്മിറ്റിക്ക് കാണാൻ കഴിഞ്ഞില്ല. വാണിജ്യ സിനിമകളിൽ തന്നെ 1983 എന്ന ചിത്രത്തിന് പശ്ചാത്തല സംഗീതത്തിനുള്ള അവാർഡ് ലഭിച്ചു എന്നതാണ് ഇതിനൊരു അപവാദം. സംവിധായകൻ കമൽ അംഗമായ റീജിയണൽ ജൂറി നിരവധി പണം വാരി പടങ്ങൾ പ്രാദേശിക തലത്തിൽ തന്നെ തള്ളിയിരുന്നു. ഇതിനെതിരെ അപവാദം പ്രചരിപ്പിച്ചവരും ഇപ്പോൾ മൗനമാണ്. 2 അവാർഡ് നേടിയ ഒറ്റാലും ഐൻ എന്ന ചിത്രവുമെല്ലാം മുഖ്യധാരാ ചിത്രങ്ങളിൽ ഇടം നേടിയവയല്ല. പ്രാദേശിക ജൂറി അവാർഡിന് തിരഞ്ഞെടുത്തയച്ച അലീഫ്, ഒരാൾ പൊക്കം, ഞാൻ, മുന്നറിയിപ്പ്, കമ്പാർട്ട്മെന്റ് എന്നിവയും ഈ ഗണത്തിലില്ല. മുൻകാലങ്ങളിൽ ജനപ്രിയ സിനിമകൾ തന്നെ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഈ സിനിമകളിലെ അഭിനയത്തിന് മികച്ച നടീനടന്മാർക്കുള്ള പുരസ്കാരവും ലഭിച്ചിരുന്നു. ദേശീയ തലത്തിൽ മലയാള സിനിമയുടെ പ്രൗഢി കുറയുകയാണ്. സമീപ വർഷങ്ങളിൽ അതാണ് കാണാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക്, TCV. മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം 8 വയസ്സുകാരിക്ക്. പ്രശസ്ത ഗായകൻ ഉണ്ണികൃഷ്ണന്റെ മകളാണ് ഉത്തര. കയ്പമംഗലം കാളമുറിയിലുണ്ടായ വാഹനാപകടത്തിൽ ഒരാൾ കൂടി മരിച്ചു. വയനാട് പുൽപ്പള്ളി സ്വദേശി സച്ചിയുടെ മകൻ 22 വയസ്സുള്ള സനീഷാണ് മരിച്ചത്. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 6 ആയി. തൃശൂർ വെസ്റ്റ്പുട്ട ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു സനീഷ്. ഈ മാസം 17-ന് അർദ്ധരാത്രി കാളമുറി വടക്ക് ഭാഗത്ത് ലോറിയും ടാറ്റാ സുമോ വാനും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. സനീഷിനെ വിദേശത്തേക്ക് യാത്ര അയക്കുന്നതിനായി നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോവുകയായിരുന്ന വാഹനമാണ് ലോറിയുമായി കൂട്ടിയിടിച്ചത്. 3 പേർ ഇപ്പോഴും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സനീഷിന്റെ സഹോദരൻ വിനീഷ് അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു. ചന്ദ്രബോസ് വധക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന വിവാദ വ്യവസായി മുഹമ്മദ് നിസാമിനെ ബുധനാഴ്ച കുന്നംകുളം കോടതിയിൽ ഹാജരാക്കും. ശോഭ സിറ്റിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ ചന്ദ്രബോസിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ റിമാൻഡിൽ കഴിയുന്ന മുഹമ്മദ് നിസാമിന്റെ റിമാൻഡ് കാലാവധി തീരുന്ന സാഹചര്യത്തിലാണ് കുന്നംകുളം കോടതിയിൽ ഹാജരാക്കുന്നത്. കാപ്പ ചുമത്തിയതിനെ തുടർന്ന് വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കഴിഞ്ഞ ഞായറാഴ്ചയാണ് നിസാമിനെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. മരുട്ടിച്ചാൽ വല്ലൂരിൽ വീണ്ടും പുലി ഇറങ്ങി ആടിനെ കടിച്ചുകൊണ്ടുപോയി. വല്ലൂർ മറ്റത്തിൽ സുരേഷിന്റെ വീട്ടിലെ ആടിനെയാണ് ചൊവ്വാഴ്ച വൈകിട്ട് പുലി പിടിച്ചുകൊണ്ടുപോയത്. ഇതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. പുലിയെ പിടിക്കാൻ വനംവകുപ്പ് അധികൃതർ കെണി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും യാതൊരു ഫലവുമില്ല. ജനവാസ കേന്ദ്രങ്ങളിൽ പുലി ഇറങ്ങി വളർത്തു മൃഗങ്ങളെ കൊന്നു തിന്നുന്നത് പതിവായി. പുലിയെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്ന് പ്രദേശവാസികളുടെ ആവശ്യം. ഇന്ത്യയിലെ പ്രായമേറിയ മുത്തശ്ശി അന്തരിച്ചു. കേച്ചേരി പാറന്നൂർ സ്വദേശിനി കുഞ്ഞന്നമാണ് അന്തരിച്ചത്. 112 വയസ്സായിരുന്നു. ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ചൊവ്വാഴ്ച രാവിലെ 7:30 മരിക്കുകയായിരുന്നു. മെയ് 20-ന് 113-ാം പിറന്നാൾ ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് അന്ത്യം സംഭവിച്ചത്. 2014 ഒക്ടോബർ 31-നാണ് അധികൃതർ കുഞ്ഞന്നത്തെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് നൽകി ആദരിച്ചത്.
ഇന്ത്യയിൽ ഏറ്റവും പ്രായം ചെന്ന മുത്തശ്ശി എന്ന പെരുമ നേടിയ കുഞ്ഞന്നം ഈ പദവി അലങ്കരിക്കാൻ അർഹയാണെന്ന് തിരിച്ചറിഞ്ഞത് ഒരു വർഷം മുൻപ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിനിടയിലാണ് കുഞ്ഞന്നം മുത്തശ്ശിയുടെ പ്രായം പൊതുജനം തിരിച്ചറിഞ്ഞത്. ഇതേ സമയത്തായിരുന്നു പാറന്നൂർ സ്കൂളിൽ വിദ്യാർത്ഥികളായിരുന്ന മുതിർന്നവരെ ആദരിച്ചത്. ഏറ്റവും പ്രായം ചെന്ന കുഞ്ഞന്നത്തെയും ആദരിച്ചിരുന്നു. സഹോദരപുത്രനായ ജോസിന്റെ വീട്ടിലായിരുന്നു അവിവാഹിതയായ കുഞ്ഞന്നം താമസിച്ചിരുന്നത്. അന്തോണി അച്ചുണ്ണി ദമ്പതികളുടെ 11ാമത്തെ കുട്ടിയായിരുന്നു ഇവർ. എരനെല്ലൂർ പള്ളിയിൽ മാമോദിസ മുങ്ങിയതിന്റെ രേഖയിൽ നിന്നും പാറന്നൂർ സെന്റ് തോമസ് സ്കൂളിന്റെ രജിസ്റ്ററിൽ നിന്നുമാണ് ഇവരുടെ പ്രായത്തെക്കുറിച്ച് അറിയാനായത്. തുടർന്നാണ് ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡിലേക്കുള്ള കുഞ്ഞന്നത്തിന്റെ യാത്ര. മിഠായികൾ നുണയുന്നത് ശീലമായ മുത്തശ്ശിയെ കാണാൻ അന്ന് പാറന്നൂരിലെ വീട്ടിൽ നിരവധി പേർ എത്തിയിരുന്നു. സംസാരിക്കാൻ വൈമനസ്യം കാണിക്കുന്ന മുത്തശ്ശിക്ക് മധുരം നൽകി സന്തോഷിപ്പിച്ചാൽ 2 നൂറ്റാണ്ടുകളുടെ അത്ഭുതകരമായ കഥകൾ ഇവർ വിവരിക്കും. എന്നാലും ജീവിതയാത്ര മുഴുവൻ ഒരു ഡയറിയിൽ നിന്നെന്ന പോലെ അനുഭവിച്ച അതേ തീവ്രതയിൽ പറയുന്ന മുത്തശ്ശിയോട് പ്രായം ചോദിച്ചാൽ 30 എന്ന് പറയൂ. ജനുവരിയിലാണ് കുഞ്ഞന്നത്തെ രാജ്യത്തെ ഏറ്റവും പ്രായം ചെന്ന മുത്തശ്ശിയായി ലിംഗ അംഗീകരിച്ചത്. അന്ന് ആശുപത്രിയിലായിരുന്നതിനാൽ സർട്ടിഫിക്കറ്റുകൾ വാങ്ങിയത് അമല ആശുപത്രിയിൽ വെച്ചായിരുന്നു. മുത്തശ്ശിയെ അവസാനമായി കാണാൻ വൻ ജനാവലി എരനെല്ലൂരിലെ വീട്ടിലേക്ക് എത്തിയിരുന്നു. TCV ന്യൂസ്, കുന്നംകുളം. ആനയെ 13 കിലോമീറ്ററിലധികം റോഡിലൂടെ ഓടിച്ച് പാപ്പാന്റെ വികൃതി. മദ്യലഹരിയിലായിരുന്ന പാപ്പാൻ വടക്കാഞ്ചേരി പാർലക്കാട് നിന്ന് റോഡിലൂടെ ആനയെ പ്രകോപിപ്പിച്ച് ഓടിച്ചാണ് പരിഭ്രാന്തി പരത്തിയത്. ആന ഓടുന്നത് കണ്ട് ഇടഞ്ഞോടിയതാണെന്നാണ് ആളുകൾ കരുതിയത്. പാർലക്കാട് നടരാജഗിരി ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തിന് കൊണ്ടുവന്ന തോട്ടേക്കാട്ട് ശിവൻ എന്ന ആനയെയാണ് പാപ്പാൻ മദ്യലഹരിയിൽ തിങ്കളാഴ്ച അർദ്ധരാത്രി ഓടിച്ചത്. റോഡിലൂടെ ആന ഓടി വരുന്നത് കണ്ട് നിരവധി ആളുകളും ആനയുടെ പുറകെ കൂടി. പോലീസുകാരും ആനയെ പിന്തുടർന്നു. കിലോമീറ്ററുകൾ ഓടിയ ശേഷം പെരിങ്ങാവ് ധന്വന്തരി ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിൽ വെച്ച് എലിഫന്റ് സ്ക്വാഡ് അംഗങ്ങളാണ് ആനയെ തളച്ചത്. പാപ്പാൻ ശരത് ആനയെ പ്രകോപിപ്പിച്ച് ഓടിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. ആളുകൾ ആനയ്ക്ക് അടുത്തെത്തുമ്പോൾ ആനയെ തോട്ടികൊണ്ട് കുത്തി ഇയാൾ വേഗത്തിൽ ഓടിക്കുകയായിരുന്നു. കിലോമീറ്ററോളം റോഡിലൂടെ ഓടിയിട്ടും ആന യാതൊരു നാശനഷ്ടങ്ങളും വരുത്തിയില്ല. പുലർച്ചെ 2:30യോടെയാണ് ആനയെ തളച്ചത്. ലോക ക്ഷയരോഗ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ ക്ഷയരോഗ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ റാലി നടത്തി. CMS സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലിയിൽ വിവിധ നഴ്സിംഗ് സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്തു. തുടർന്ന് നടന്ന സമ്മേളനം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VV ബീനസ് ഉദ്ഘാടനം ചെയ്തു. ലോകകപ്പ് ക്രിക്കറ്റ് വിശേഷങ്ങൾ. ലോകകപ്പ് ക്രിക്കറ്റ് വിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡ്രീം വിങ്സ് ട്രെയിനിംഗ് അക്കാദമി. ലോകകപ്പ് ക്രിക്കറ്റിൽ ജയപരാജയങ്ങൾ മാറിമറിഞ്ഞ ആവേശ പോരാട്ടത്തിനൊടുവിൽ ന്യൂസിലാൻഡ് ഫൈനലിൽ. മഴയും അവസാന ഓവറുകളിലെ പിഴവുകളും ഒരിക്കൽ കൂടി ദക്ഷിണാഫ്രിക്കയ്ക്ക് മടക്ക ടിക്കറ്റ് നൽകി. മഴ മൂലം കളി തടസ്സപ്പെട്ടതിനെ തുടർന്ന് 43 ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക 5 വിക്കറ്റ് നഷ്ടത്തിൽ 281 റൺസാണ് നേടിയത്. 31-2 എന്ന നിലയിൽ പതറിയ ദക്ഷിണാഫ്രിക്കയെ ഡുപ്ലസിസ് ഡിവില്ലിയേഴ്സ് കൂട്ടുകെട്ടാണ് മികച്ച നിലയിൽ എത്തിച്ചത്. 38ാം ഓവറിൽ 3 വിക്കറ്റിന് 216 എന്ന നിലയിലായിരിക്കെ മഴ കളി തടസ്സപ്പെടുത്തുകയായിരുന്നു. ഡക്വർത്ത് ലൂയിസ് നിയമപ്രകാരം 43 ഓവറാക്കി മത്സരം പുനരാരംഭിച്ചപ്പോൾ കൂറ്റൻ അടികളുമായി ഡേവിഡ് മില്ലറും ഡിവില്ലിയേഴ്സും കത്തിക്കയറി. മില്ലർ 18 പന്തിൽ 49 റൺസ് നേടി. ഡിവില്ലിയേഴ്സ് 45 പന്തിൽ 65 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. ന്യൂസിലാൻഡിനു വേണ്ടി കോറി ആൻഡേഴ്സൺ 3 വിക്കറ്റും ട്രെന്റ് ബോൾട്ട് 2 വിക്കറ്റും വീഴ്ത്തി. 43 ഓവറിൽ 298 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ന്യൂസിലാൻഡിന് ബ്രണ്ടൻ മക്കല്ലം തകർപ്പൻ തുടക്കമാണ് നൽകിയത്. 26 പന്തിൽ 59 റൺസുമായി ക്യാപ്റ്റൻ തകർത്താടിയപ്പോൾ ന്യൂസിലാൻഡ് വിജയത്തിലേക്കുള്ള യാത്രയിലായി കഴിഞ്ഞു. കോറി ആൻഡേഴ്സൺ 57 പന്തിൽ 58 റൺസ് എടുത്തു. 41ാം ഓവറിൽ ഡീകോക്ക് നഷ്ടപ്പെടുത്തിയ സ്റ്റംപിംഗ് ചാൻസും ഫീൽഡിൽ കൈവിട്ട് കളഞ്ഞ 2 ക്യാച്ചുകൾക്കും ദക്ഷിണാഫ്രിക്ക വലിയ വിലയാണ് കൊടുക്കേണ്ടി വന്നത്. അവസാന 2 പന്തിൽ 5 റൺസ് വേണമെന്നിരിക്കെ 1 പന്ത് ബാക്കി നിൽക്കെ സിക്സർ അടിച്ച് ഇല്ലിയോട്ട് കീവീസിനെ വിജയത്തിലെത്തിച്ചു. 73 പന്തിൽ 84 റൺസ് എടുത്ത് ഇല്ലിയോട്ട് പുറത്താകാതെ നിന്നു. ലോക ക്രിക്കറ്റിന്റെ ക്ലാസിക് പോരാട്ടത്തിനൊടുവിലായിരുന്നു ന്യൂസിലൻഡിന്റെ വിജയം. ഓക്ലാൻഡിലെ സ്റ്റേഡിയത്തിലും ടെലിവിഷനുകൾക്ക് മുന്നിലും ശ്വാസമടക്കി നിന്ന കാണികളെ കോരിത്തെരിപ്പിച്ച വിജയം. ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ AB ഡിവില്ലിയേഴ്സിന്റെയും മോണി മോർക്കലിന്റെയും കണ്ണീരിൽ ദക്ഷിണാഫ്രിക്കൻ ജനതയുടെ മുഴുവൻ ദുഃഖവും നിഴലിച്ചിരുന്നു. വ്യാഴാഴ്ച നടക്കുന്ന 2ാം സെമി ഫൈനലിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടും. വേൾഡ് കപ്പ് ഡെസ്ക് TCV.
ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾക്ക് നൽകുന്ന ICC ട്രോഫി 1999 മുതൽക്കാണ് നിലവിൽ വന്നത്. 40 ലക്ഷം വിലമതിക്കുന്ന ആ ട്രോഫിയുടെയും 1999 മുൻപ് ജേതാക്കൾക്ക് സമ്മാനിച്ചിരുന്ന ട്രോഫികളുടെയും രസകരമായ ചരിത്രത്തിലേക്ക്. ലോകകപ്പ് ജേതാക്കൾക്ക് സമ്മാനിക്കുന്ന ICC ലോകകപ്പ് ട്രോഫി 1999 കമ്മീഷൻ ചെയ്തത്. ചാമ്പ്യന്മാർക്ക് സമ്മാനിക്കുന്ന ട്രോഫി തിരികെ വാങ്ങി ദുബായിലെ ICC ആസ്ഥാനത്ത് സൂക്ഷിക്കും. ഇതിൻ്റെ പകർപ്പാണ് ചാമ്പ്യന്മാർക്ക് നൽകുക. 1999 മുമ്പ് നടന്ന 6 ലോകകപ്പുകൾക്കും ഓരോ ട്രോഫികൾ പ്രത്യേകം നിർമ്മിക്കുകയായിരുന്നു. പ്രസിഡൻഷ്യൽ അഷുറൻസ് കമ്പനിയായിരുന്നു ആദ്യ 3 ലോകകപ്പുകളും സ്പോൺസർ ചെയ്തത്. 89.5 ഔൺസ് വെള്ളിയിൽ നിർമ്മിച്ച 18.5 ഇഞ്ച് ഉയരമുള്ള ട്രോഫികളായിരുന്നു ആദ്യ 3 ലോകകപ്പിലും ചാമ്പ്യന്മാർക്ക് സമ്മാനിച്ചത്. 1987 റിലയൻസും 1992 ബെൻസൺ ആൻഡ് ഹഡ്ജസും 96 വിൽസും ലോകകപ്പ് മത്സരങ്ങൾ സ്പോൺസർ ചെയ്തു. അതിനാൽ തന്നെ സ്പോൺസർമാരുടെ പേരിനൊപ്പമാണ് ലോകകപ്പ് മത്സരങ്ങൾ അറിയപ്പെട്ടത്. 1999 മുതൽ ചാമ്പ്യന്മാർക്ക് ICC ട്രോഫി സമ്മാനിച്ചു തുടങ്ങി. ലണ്ടൻ ആസ്ഥാനമായ പ്രസിദ്ധമായ ജെറാൾഡ് ദി ക്രൗൺ ജ്വല്ലേഴ്സാണ് വെള്ളിയിലും സ്വർണത്തിലുമായി ട്രോഫി നിർമ്മിച്ചത്. പോൾ മാഡ്സൺ രൂപകൽപ്പന ചെയ്ത ട്രോഫിക്ക് 64 സെൻറ്റിമീറ്റർ ഉയരവും 11 കിലോഗ്രാം ഭാരവുമുണ്ട്. ക്രിക്കറ്റ് പന്തിൻ്റെ ആകൃതിയിലുള്ള ഭൂഗോളവും സ്റ്റമ്പും ബാറ്റുമെല്ലാം നിറഞ്ഞ ട്രോഫി നിർമ്മിക്കാൻ 500 മണിക്കൂർ സമയമെടുത്തു. ക്രിക്കറ്റിൻ്റെ ബാറ്റിങ്ങും ബൗളിങ്ങും ഫീൽഡിങ്ങും ചിത്രീകരിച്ചിട്ടുള്ള ട്രോഫിക്ക് 40,000 പൗണ്ട് അഥവാ 40 ലക്ഷം രൂപ വിലമതിക്കുന്നുണ്ട്. വേൾഡ് കപ്പ് ഡെസ്ക് TCV. ലോകകപ്പ് ക്രിക്കറ്റ് വിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Dream Wings Training Academy. എല്ലാ വിഭാഗം ജനങ്ങളെയും നിരാശപ്പെടുത്തിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് DCC പ്രസിഡന്റ് ഒ. അബ്ദുറഹ്മാൻ കുട്ടി പറഞ്ഞു. അയന്തോൾ ബ്ലോക്ക് കോൺഗ്രസ് ഐ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ തൃശൂർ AG's ഓഫീസ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾ നൽകിയ തിരിച്ചടിയാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കുണ്ടായ പരാജയമെന്നും അദ്ദേഹം പറഞ്ഞു. മുൻ മേയർ IP പോൾ അധ്യക്ഷത വഹിച്ചു. മേയർ രാജൻ ചെപ്പല്ലൻ, ഡെപ്യൂട്ടി മേയർ PV സരോജിനി, ജോൺ ഡാനിയൽ, സുനിൽ ലാലൂർ, MR രാമദാസ്, ഷാജി കോടങ്കണ്ടത്ത്, ജോസ് കാട്ടുകാരൻ, A പ്രസാദ്, ശിവശങ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പട്ടികജാതി ക്ഷേമ സമിതി തൃശൂർ ഏരിയ കമ്മിറ്റി കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പട്ടികജാതി പട്ടികവർഗ വികസന ഫണ്ട് നഷ്ടപ്പെടുന്നത് തടയാൻ നടപടി സ്വീകരിക്കുക, ഭവന നിർമ്മാണ ധനസഹായം ഏകീകരിച്ച് വർദ്ധിപ്പിച്ച് നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ മാർച്ച് സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ സുദർശനൻ ഉദ്ഘാടനം ചെയ്തു. സമിതി നേതാക്കളായ PA ലച്ചുക്കുട്ടൻ, PA പുരുഷോത്തമൻ, സരോജിനി, MB വിനോദ്, സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പട്ടിന്റെ പര്യായമായ കല്യാൺ സിൽക്സ് നാളെ മുതൽ കുന്നംകുളത്തും. വസ്ത്രവ്യാപാര രംഗത്ത് നൂറ്റാണ്ട് പിന്നിട്ട കല്യാൺ സിൽക്സിന്റെ 20ാമത്തെ ഷോറൂമാണ് കുന്നംകുളത്ത് വരുന്നത്. പരിശുദ്ധ പട്ടിന്റെ പര്യായമായ കല്യാൺ സിൽക്സ് കുന്നംകുളത്തെത്തുകയാണ്. ഗുരുവായൂർ റോഡിലാണ് 5 നിലകളിലുള്ള ഷോറൂം പ്രവർത്തനം ആരംഭിക്കുന്നത്. പ്രശസ്ത ചലച്ചിത്ര താരവും കല്യാൺ സിൽക്സിന്റെ ബ്രാൻഡ് അംബാസഡറുമായ പൃഥ്വിരാജാണ് ഷോറൂമുകൾ ഉദ്ഘാടനം ചെയ്യുക. ഇന്ത്യയിലും വിദേശത്തുമായി 19 ഷോറൂമുകളുള്ള കല്യാൺ സിൽക്സിന്റെ ഷോറൂമുകളുടെ എണ്ണം ഇതോടെ 20-ലെത്തുകയാണ്. കല്യാൺ സിൽക്കിൻ്റെ എല്ലാ ഉയർച്ചകളിലേക്കും കാരണക്കാർ തൃശ്ശൂർക്കാരാണ് കല്യാൺ സിൽക്കിനെ ഇത്രയും ഉയരങ്ങളിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ പുതിയ ഉദ്ഘാടനങ്ങളിലേക്കും നിങ്ങളെ പ്രത്യേകം ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഈ ഉദ്ഘാടനത്തിൽ പങ്കുചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കല്യാൺ സിൽക്സിന്റെ സ്വന്തം ബ്രാൻഡഡ് ബ്രൈഡൽ സാരിയായ സൗഗന്ധിക ഉൾപ്പെടെ പട്ടുസാരികളുടെ വിപുലമായ ശേഖരം കുന്നംകുളത്തെ ഷോറൂമിൽ ലഭ്യമാകും. സ്ത്രീകൾക്കായി ചുരിദർ ഉൾപ്പെടെയുള്ള വസ്ത്രവൈവിധ്യങ്ങൾ ഒരുക്കുമ്പോൾ പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി പ്രത്യേക നിലകളിൽ വസ്ത്രശേഖരമുണ്ടാകും. പുതുതലമുറയ്ക്കുള്ള ഫാഷൻ വസ്ത്രങ്ങൾ വിവിധ ശ്രേണികളിൽ ബജറ്റിൽ ഒതുങ്ങുന്ന വിലയ്ക്ക് ലഭ്യമാകും. സ്വന്തം തറികളിൽ നെയ്തെടുക്കുന്നത് മൂലമാണ് ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ വിലക്കുറവിൽ നൽകാനാകുന്നതെന്ന് കല്യാൺ സിൽക്സ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ TS പട്ടാഭിരാമൻ പറഞ്ഞു. ഞങ്ങൾ വിൽക്കുന്നതിൽ 70% സ്വന്തമായി ഉൽപ്പാദനം ചെയ്യുന്നതാണ്. സിൽക്ക് സാരികളായാലും കുട്ടികളുടെ കിഡ്സ് വെയർ ആയാലും ചുരിദാറായാലും ജെൻസ് വെയർ ആയാലും നേർപകുതിയോളം ഞങ്ങൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയിൽ ന്യായമായ വിലയിൽ ഉപഭോക്താക്കൾക്ക് നൽകാൻ സാധിക്കും എന്നുള്ളതിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. കല്യാൺ സിൽക്സിന്റെ 21ാമത്തെ ഷോറൂം ആറ്റിങ്ങലിൽ ഏപ്രിൽ 6 ഉദ്ഘാടനം ചെയ്യും. തൃശൂർ ഡിസ്ട്രിക്ട് ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ CITU പ്രവർത്തകർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മോട്ടോർ വാഹന തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി.
യൂണിയൻ സംസ്ഥാന സെക്രട്ടറി KV ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി മെമ്പർ PK പുഷ്പാകരൻ അധ്യക്ഷത വഹിച്ചു. 2014 ജൂലൈ 25 സംയുക്ത സമിതി നിർദ്ദേശങ്ങൾ സർക്കാർ അനുവദിച്ച് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. യൂണിയൻ നേതാക്കളായ TI ബൈജു, അഡ്വക്കേറ്റ് ഗിരിജ വല്ലഭൻ, AM ജനാർദ്ദനൻ, ഗിരീഷ്, കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അക്ഷര സ്വാതന്ത്ര്യത്തെ ചങ്ങലക്കിട്ട് നിശബ്ദമാക്കാൻ ശ്രമിക്കുന്ന വർഗീയ സാംസ്കാരിക ഫാസിസത്തിനെതിരെ തൃശൂർ കേരളവർമ്മ കോളേജിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കേരളവർമ്മ കോളേജ് യൂണിയന്റെയും മലയാള വിഭാഗത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മയിൽ സാംസ്കാരിക പ്രവർത്തകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കവി പ്രൊഫസർ കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കോളേജ് യൂണിയൻ ചെയർമാൻ അനൂപ് അധ്യക്ഷനായിരുന്നു. മലയാള വിഭാഗം അധ്യാപകൻ പ്രൊഫസർ ES സതീശൻ രചിച്ച കാട്ടുമുരുക്ക് എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനവും ഇതോടൊപ്പം നടന്നു. കവി എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, സിവിക് ചന്ദ്രൻ, പ്രൊഫസർ R ബിന്ദു, S മായ, കോളേജ് പ്രിൻസിപ്പാൾ പ്രൊഫസർ MB മധു, ഡോക്ടർ K കൃഷ്ണകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. വനിതാ കമ്മീഷൻ അദാലത്ത് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു. 33 കേസുകളാണ് പരിഗണിച്ചത്. ഇതിൽ 23 കേസുകൾ തീർപ്പാക്കി. വനിതാ കമ്മീഷൻ അംഗം KA തുളസി, വനിതാ സെൽ CI KV മീനാകുമാരി തുടങ്ങിയവർ അദാലത്തിന് നേതൃത്വം നൽകി. എതിർകക്ഷികൾ ഹാജരാകാതിരുന്നതിനാൽ 10 കേസുകൾ നീട്ടിവെച്ചു. ജീവൻ രക്ഷാമരുന്നുകളുടെ അന്യായ വിലവർദ്ധനവിനെതിരെ KSYFന്റെ ആഭിമുഖ്യത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സായക്ന ധർണ നടത്തി. KSYF സംസ്ഥാന സെക്രട്ടറി MM രമേശൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് CF ജോസ് അധ്യക്ഷനായിരുന്നു. CMP ജില്ലാ സെക്രട്ടറി MK കണ്ണൻ, KSYF ജില്ലാ സെക്രട്ടറി PK സുരേഷ് ബാബു, അഡ്വക്കേറ്റ് എൽദോ തുടങ്ങിയവർ സംസാരിച്ചു. അവശ്യമരുന്നുകളുടെ വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച് AIYF പ്രവർത്തകർ തൃശൂർ ജനറൽ ആശുപത്രിക്ക് മുന്നിൽ ധർണ നടത്തി. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി P ബാലചന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. AIYF ജില്ലാ പ്രസിഡന്റ് BJ ബെന്നി, സെക്രട്ടറി T പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ നഗരത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരന് പോലീസ് മർദ്ദനം. സംഭവവുമായി ബന്ധപ്പെട്ട് AR ക്യാമ്പിലെ 3 പോലീസുകാർക്കെതിരെ കേസെടുത്തു. പാണഞ്ചേരി പഞ്ചായത്ത് ഭരണം LDF തിരിച്ചുപിടിച്ചു. UDFലെ 7 അംഗങ്ങളെ അയോഗ്യരാക്കിയതിനെ തുടർന്നായിരുന്നു തിരഞ്ഞെടുപ്പ്. മുനമ്പം അഴീക്കോട് കടവുകളിൽ ജങ്കാർ അടുപ്പിക്കുന്നതിന് 25 ലക്ഷം രൂപ ചെലവിൽ ബല്ലാട് പോളുകൾ സ്ഥാപിക്കാൻ ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ തീരുമാനം. ക്ഷയരോഗികൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതിക്ക് സർക്കാരിന്റെ അനുമതി തേടാൻ ധാരണ. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മലയാളത്തിന് തിളക്കം കുറഞ്ഞു. പണം വാരുന്ന മലയാള സിനിമകൾ സമൂഹത്തിന് മികച്ച സന്ദേശം നൽകുന്നതല്ലെന്ന് വിമർശനം. ലോകകപ്പ് ക്രിക്കറ്റിൽ ആദ്യ സെമിയിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച് ന്യൂസിലാൻഡ് ഫൈനലിൽ. 2ാം സെമിയിൽ വ്യാഴാഴ്ച ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടും. ബുള്ളറ്റിൻ അവസാനിക്കുന്നു.